തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ബൈബിൾ ഗ്രാമം ശുശ്രൂഷയുടെ അഡ്മിഷൻ ആരംഭിച്ചു. 3 വയസ്സ് മുതൽ 4 വയസ്സുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. വിശ്വാസ ജീവിതത്തിന്റെ പ്രീ KG ക്ലാസുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബൈബിൾ ഗ്രാമം ശുശ്രൂഷയിൽ 3 മുതൽ 4 വയസ്സുവരെയുള്ളവർക്കാണ് പ്രവേശനം നൽകുന്നത്. കുഞ്ഞുനാളിൽ തന്നെ വചന പഠനവും സ്വഭാവ രൂപീകരണവും സാധ്യമാകുന്ന രീതിയിൽ ആഴ്ചയിൽ 3 ദിവസമാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ക്ലാസുകളിൽ പങ്കെടുക്കുന്നത് കുഞ്ഞുമക്കളിൽ വിശ്വാസവും വിശുദ്ധിയും വളർത്തുന്നതോടൊപ്പം കുടുംബങ്ങളുടെ വിശുദ്ധീകരണം, ദൈവവിളി പ്രോത്സാഹനം, ഭാവി മിഷണറിമാരെയും വചനപ്രഘോഷകരെയും വാർത്തെടുക്കുക തുടങ്ങി നിരവധി ലക്ഷ്യങ്ങളാണ് ബൈബിൾ ഗ്രാമം എന്ന ശുശ്രൂഷയ്ക്ക് ഉള്ളത്. ജെറൂസലമിലെ അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് ബൈബിൾ ഗ്രാമം ശുശ്രൂഷ. ഒരിക്കൽ കുറച്ച് അപ്പച്ചന്മാർ വന്ന് എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അച്ഛൻ എന്ത് ചെയ്യാൻ സാധിക്കും? ആ ചോദ്യത്തിന് ഉത്തരമാണ് ജെറൂസലം ബൈബിൾ ഗ്രാമം. 2000 ജൂൺ മാസം 17-ാം തീയതി ഒരു ചെറിയ പനമ്പ് മറയ്ക്കകത്ത് ആരംഭിച്ച ബൈബിൾ ഗ്രാമം ശുശ്രൂഷ ഇന്ന് വളർന്നു വലുതായിരിക്കുന്നു. അതിൻ്റെ പരമമായ ലക്ഷ്യം വചന പഠനവും സ്വഭാവ രൂപീകരണവുമാണ്. വചനം ചെറുപ്രായത്തിൽ കടന്നു വന്നാൽ അവർ ഉത്കൃഷ്ടരായ വ്യക്തികളായി തീരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രചോദനം നൽകിയതനുസരിച്ചിട്ടാണ് ജെറൂസലമിൽ ബൈബിൾ ഗ്രാമം ആരംഭിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കൊച്ചു കൊച്ചു നൊമ്പരങ്ങൾ, അവരുടെ പഠന പരിശീലനത്തിന് വേണ്ടതായിരിക്കുന്ന പ്രാഥമികമായ പാഠങ്ങൾ, അവരുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് വേണ്ട ഒരു നല്ല ക്രിസ്തീയ കുടുംബത്തിൽ വളരാൻ ആവശ്യമായിരിക്കുന്ന സദ്ഗുണങ്ങൾ വളർത്തിയെടുത്ത് പ്രഗത്ഭരും പ്രശസ്തരുമായ വ്യക്തികളാക്കി മാറ്റുക എന്നുള്ളതാണ് ജെറൂസലേം ബൈബിൾ ഗ്രാമിൻ്റെ പരമമായ ലക്ഷ്യം. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുമായി സമ്പർക്കത്തിൽ കഴിയുന്നവരെയും ജെറൂസലേമിലെ ബൈബിൾ ഗ്രാമിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇത് ഈശോ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇത് ഈ കാലഘട്ടം ആഗ്രഹിക്കുന്ന ശുശ്രൂഷയാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകന്മാരും മഹാന്മാരും വിശുദ്ധരുമാക്കി തീർക്കുന്ന മഹനീയമായ ശുശ്രൂഷയിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പേരക്കുട്ടികളെയും ഞാൻ പ്രാർത്ഥനയോടെ ക്ഷണിക്കുകയാണ് ജെറൂസലം ബൈബിൾ ഗ്രാമിലേക്ക്. ഈശോ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. 2000-ൽ ബഹുമാനപ്പെട്ട ഫാദർ ഡേവിസ് പട്ടത്ത് ആരംഭിച്ച കുരുന്നുകൾക്കായുള്ള ഈ ശുശ്രൂഷയിലൂടെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർന്ന വചനം ജീവിത കേന്ദ്രമാക്കിയവർ ധാരാളമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവണം. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഇവ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവന. ജോർദാനക്കരെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്ന ഇതുമൂലമായിരിക്കും. ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ബൈബിൾ ഗ്രാമം ശുശ്രൂഷ ആരംഭിച്ചിട്ട് 23 വർഷമായി. 1800ഓളം കുഞ്ഞുങ്ങളാണ് ഈ ശുശ്രൂഷയിലൂടെ ഈ കാലഘട്ടത്തിൽ കടന്നുപോയിരിക്കുന്നത്. 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് ആദ്യമായി ദൈവത്തിൻ്റെ വചനം ആലേഖനം ചെയ്യപ്പെടുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷ. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് ദൈവവചനം കൊടുത്ത ആ കുഞ്ഞിന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? എന്നാൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അത് മുളയ്ക്കേണ്ട സമയത്ത് വ്യക്തമായി കൃത്യമായും ഈ വചനം മുളച്ചിരിക്കും, ഫലം പുറപ്പെടുവിച്ചിരിക്കും. 2008 ബാച്ചിൽ 55 കുഞ്ഞുങ്ങളായിരുന്നു ബൈബിൾ ഗ്രാമം ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നത്. അവർ 2020-ൽ 10ാം ക്ലാസ് പാസ്സായി. അതിൽ നിന്ന് 6 കുഞ്ഞുങ്ങൾ വൈദികരാകുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. 3 കുഞ്ഞുങ്ങൾ സിസ്റ്റേഴ്സ് ആവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഇതുപോലെ തന്നെ ഇതൊരു കുടുംബങ്ങളുടെ ശുശ്രൂഷയാണ്. 3 വയസ്സുള്ള കുഞ്ഞിനെ വായിക്കാൻ അറിയോ? ആ കുഞ്ഞിനെ വായിക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ ആദ്യം ആര് പഠിക്കണം? അമ്മ പഠിക്കണം, അപ്പം പഠിക്കണം. ഈ കുഞ്ഞ് ഈ വചനം ആവർത്തിച്ച് ഭവനത്തിൽ ഏത് സമയം പറഞ്ഞുകൊണ്ട് നടക്കുക. അതിൻ്റെ അത്ഭുതവും ഞാൻ കണ്ടിട്ടുണ്ട്. 3 വയസ്സുള്ള കുഞ്ഞിനെ വചനം പഠിപ്പിച്ചു വിട്ടു ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നിന്ന്. മദ്യപാനിയായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും.
അതിൻ്റെ ഫലം എന്താണെന്നറിയൂ? 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് അപ്പനും അമ്മയും കൂടി എന്നെ കാണാൻ വന്നിരിക്കുക. ഈ അപ്പൻ മദ്യപാനിയായിരുന്നു. എന്നാൽ ഈ കുഞ്ഞ് വചനം ആ കുടുംബത്തിൽ പറയാൻ തുടങ്ങിയോടുകൂടി അപ്പൻ്റെ മദ്യപാനം പൂർണ്ണമായി വിട്ടുപേക്ഷിച്ച് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്ന അനുഭവം ഞാൻ ഇപ്പോഴും ഓർക്കുക. ജൂൺ മാസത്തിൽ ആരംഭിച്ച് മാർച്ച് മാസത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് ബൈബിൾ ഗ്രാമം ക്ലാസുകൾ മുന്നോട്ടു പോകുന്നത്. തികച്ചും സൗജന്യമായാണ് ജെറുസലേം ധ്യാന കേന്ദ്രം ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഒരു വർഷം കൊണ്ട് കുഞ്ഞുങ്ങളെ 80-ലധികം വചനങ്ങൾ അധ്യായവും വാക്യവും അടക്കം പഠിപ്പിക്കുകയും കൂടാതെ ഈശോയുടെ പാട്ടുകളും കഥകളും ഉപമകളും ഒരു വചന പ്രഘോഷണം തന്നെ അവരിലൂടെ നടത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ജെറുസലേം ബൈബിൾ ഗ്രാമം. കുഞ്ഞുങ്ങൾക്ക് ഈ വർഷവും അതിൽ ചേരാൻ അവസരം ഈശോ ഒരുക്കുകയാണ്. 24-ാം ബാച്ചിലേക്ക് അനേകം കുഞ്ഞുങ്ങളെ ഈശോ വിളിക്കുന്നുണ്ട്. അവരെല്ലാവരെയും ഇപ്പോൾ സ്വാഗതം ചെയ്യുകയാണ്. 2024 ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുകയാണ്. ജെറുസലേം ധ്യാന കേന്ദ്രത്തിന്റെ ഓഫീസിൽ നിന്നും അഡ്മിഷൻ ഫോം ലഭിക്കുന്നതാണ്. നേരിട്ടെത്തി പങ്കെടുക്കുവാൻ സാധിക്കാത്തവർക്കായി ഓൺലൈൻ ക്ലാസുകളും ഒരുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9180085163. തൃശൂർ അതിരൂപതയിലെ പേരാമംഗലം സെയിന്റ് മേരീസ് ഇടവകയിലും ഇത്തരത്തിൽ കുരുന്നുകൾക്കായി ക്ലാസുകൾ ആരംഭിക്കുന്നുണ്ട്. പേരാമംഗലത്തും സമീപ പ്രദേശങ്ങളിലും ഉള്ളവർക്ക് ഈ ക്ലാസുകളിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫാദർ ജെയ്സൺ മാറോക്കി, ഫോൺ 9567928851, മറ്റൊരു നമ്പർ 8590194215. കൂടാതെ മരോട്ടുചാലിൽ സിസ്റ്റേഴ്സ് ഓഫ് നസറത്ത് എന്ന സന്യാസ സമൂഹവും ഇത്തരത്തിൽ കുട്ടികൾക്കായുള്ള ശുശ്രൂഷ ആരംഭിക്കുന്നുണ്ട്. മരോട്ടുചാലിനു സമീപത്തുള്ളവർക്ക് ഇവിടെ പ്രവേശനം നേടാവുന്നതാണ്. വിവരങ്ങൾക്ക് സിസ്റ്റർ സിസ്ലെറ്റ്, ഫോൺ 8330816293. കുഞ്ഞു മനസ്സിൽ പകർന്നു നൽകുന്ന വചനങ്ങളിലൂടെയാണ് സമൂഹത്തിലെ ചതിക്കുഴികൾ തിരിച്ചറിഞ്ഞ് ജീവിതാവസാനം വരെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയൂ. ഇത് തിരിച്ചറിഞ്ഞ് ഇത്തരം ശുശ്രൂഷകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. വ്യത്യാസം നമ്മൾ നിരാശ റോമൻ 5:32 Detail sama mata batu menditara baru nam kena minta pada masyarakat banyak kata lain sang tu pada mana detail sama mata batu menditara baru nam kena minta pada masyarakat banyak kata lain sang tu pada mana detail sang ni kia kau nak letak satu muat apa semua pada mana tata visionan kata sebab itu mau tenesi kesasan maki Filipin mana benda kata wadah mana na berabu na bertemu mana bukan kia kiram pandai tanah asal mereka semua sama pandai tanah teacher nana aku bekerja memu pandai punya pola kaca dan luka pada panah tangguh Jesus.